ബഹുമാനപ്പെട്ട റാസി ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുബുലുൽ ഹുദ എന്ന ഗ്രന്ഥത്തിൽ 10-ാം വാള്യം 264-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെല്ലാവരും ചരിത്രം കേട്ടവരാണ്. ആദം നബി അലൈഹി സ്വലാമിന് മലക്കുകൾ സുജൂദ് ചെയ്ത സംഭവം നമ്മൾ പല ആവർത്തി പ്രഭാഷണങ്ങളിലൂടെ കേട്ടവരാണ്. എന്തുകൊണ്ടാണ് മലായിക്കത്തീങ്ങളോട് അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ പറയാൻ കാരണം? നമ്മളെ പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാകും. അതിൻ്റെ മുമ്പ് വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു, ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ മുത്തുനബിയുടെ പ്രകാശത്തെ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ എന്താണ് റാസി ഇമാം പറഞ്ഞ കാരണം? ലി അജലി അന്ന നൂറ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വജ്ഹിഹി, ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുഖത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം ഉണ്ട് എന്ന ഒറ്റ കാരണങ്ങളെ കൊണ്ടാണ്. അപ്പോൾ മുത്തുനബിയുടെ പ്രകാശം ആദം നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല കൊടുത്തപ്പോൾ മലക്കുകളിലൂടെ അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ ബഹുമാനിക്കുകയാണ്. ആ മലക്കുകളേക്കാൾ സ്ഥാനം ആദം നബി അലൈഹി സ്വലാമിന് ഉണ്ട്. ഏത് സമയത്തും ഇബാദത്തുകൾ ചെയ്യുന്ന ആ മലക്കുകളേക്കാൾ ഒരു പടി മുന്നോട്ട് ആദം നബി അലൈഹി സ്വലാമിനുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അഷ്റഫുൽ ഖൽഖായ ലോകത്തിൻ്റെ പ്രവാചകനായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ, അള്ളാഹുവിൻ്റെ ഹബീബ്, എല്ലാമായ മുത്തുനബിയുടെ പ്രകാശം ആദം നബി അലൈഹി സ്വലാമിന് കൊടുത്തു എന്ന ഒറ്റ കാരണങ്ങളെ കൊണ്ട് അതേ മലായിക്കത്തീങ്ങൾ ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ മുത്തുനബിയുടെ ആ പവിത്രമായ പ്രകാശം ലഭിച്ചപ്പത്തിനും അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിന് ഇത്ര വലിയ പദവി കൊടുത്തെങ്കിൽ ആ മുത്തുനബിയുടെ സ്വലാത്തുകൾ ചൊല്ലുന്ന നമുക്കും അതിനേക്കാൾ വലിയ പ്രതിഫലം അല്ലാഹു തആല തരും എന്നതിന് യാതൊരു സംശയവുമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.